വായ്പ വാങ്ങുന്നതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുക, ദൈവവചനം ഇതിനെ അത്ര നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാം വായ്പ വാങ്ങുന്നവരായിരിക്കണം എന്നല്ല ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നത്, നാം കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ വായ്പ വാങ്ങുകയും കൊടുക്കുകയും സർവ്വസാധാരണമായിട്ട് നാം ഓരോരുത്തരും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ചില കെണികളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നാം വായ്പ കൊടുക്കുവാനായിട്ട്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, വായ്പ വാങ്ങുന്നവൻ കൊടുക്കുന്നവന് ദാസനാകുന്നു. രണ്ടാമതായിട്ട് നാം വായ്പ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് വായ്പ കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുമാന മാർഗങ്ങളുണ്ട്, ജോലിയുണ്ട്, മറ്റിതര കാര്യങ്ങളിൽ കൂടെ എല്ലാം അവർക്ക് വരുമാനം ലഭിക്കുന്നു. എങ്കിലും അവർക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവരുടെ മുൻകാല കടങ്ങൾ വീട്ടുവാനും അവരുടെ കുടുംബം സുരക്ഷിതമായി പോകുവാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് സുഹൃത്തുക്കളിൽ നിന്ന്, സഹവിശ്വാസികളിൽ നിന്ന്, മറ്റിതര വ്യക്തികളിൽ നിന്ന് പണം വീണ്ടും കടം വാങ്ങുന്നു. ഇങ്ങനെയുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. കാരണം അവരിൽ കടഭാരം എന്ന രൂപേണ വ്യാപരിക്കുന്ന ആ കെണി നമ്മുടെ ജീവിതത്തിലേക്കും വ്യാപരിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ്, നാം എല്ലായിടത്തു നിന്നും കടം വാങ്ങുന്നതായ വ്യക്തികൾക്ക് പണം കടം കൊടുക്കരുത്. എനിക്കൊരു കുടുംബത്തെ അറിയാം, ഈ 17 വർഷങ്ങളായി കടഭാരത്തിലാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കടഭാരത്തിൽ ആരംഭിച്ച് അത് വീട്ടുന്നതിനു വേണ്ടി മറ്റിതര വ്യക്തികളോട് പണം കടം വാങ്ങി ഇപ്പോൾ വലിയൊരു തുക കടഭാരമായിട്ടിരിക്കുന്നു. ആക്ച്വലി ഇവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്, കടത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കെണിയുണ്ട്. ആ കെണിയാണ് ഇവരുടെ കടഭാരത്തിന് കാരണമെന്ന് നാം മനസ്സിലാക്കുക. അടുത്ത മൂന്നാമതായിട്ട്, നമുക്ക് ദൈവം നൽകുന്ന ആത്മീക നന്മകൾ, അതായത് ആത്മീക കാര്യത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതായ നന്മകൾ എടുത്ത് മറ്റുള്ളവർക്ക് കടം കൊടുക്കരുത്. അങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ വ്യാപരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലും സ്വാധീനം ചെലുത്തുവാൻ, നമ്മുടെ കുടുംബത്തിലും സ്വാധീനം ചെലുത്തുവാൻ ഇടയുണ്ട്. അപ്പോൾ കടം കൊടുക്കുമ്പോൾ, വായ്പ കൊടുക്കുമ്പോൾ നാം തിരുവചനപ്രകാരം ഒന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കെണികളെ മനസ്സിലാക്കി ആ കെണികൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സ്വാധീനം ചെലുത്താതിരിക്കുവാൻ വളരെ